ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ഞാനുള്ളത് പള്ളിക്കരയിലാണ്. 6 സെൻറ്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റുള്ള ഒരു 5 ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. 3 വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി ഒരു വീട് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ വീടിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട്. നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ഭാഗത്തൊക്കെ നല്ല മനോഹരമായിട്ടുള്ള വീടുകളാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ റോഡ് ഇവിടെയാണ് വരുന്നത്. ഏകദേശം ഒരു 5 മീറ്റർ വിടുത്തുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടുകളൊക്കെ ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ഇനി വീണ്ടും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് വീടിൻ്റെ എലവേഷൻ വരുന്നത്. മനോഹരമായിട്ടുള്ള ഒരു എലവേഷൻ നൽകിയിട്ടുണ്ട്. ഒരു കണ്ടംപററി ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് വരുന്നത്. ഒരു ഭാഗത്ത് എ ടൈപ്പ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അതിനകത്തായിട്ടൊരു ബോക്സി ടൈപ്പിലാണ്, അതിൻ്റെ ഉള്ളിലാണ് ജനൽ വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് ധാരാളം ടെക്സ്ചർ വർക്കുകളും വലിയ ഗ്ലാസ് വിൻഡോകളും എല്ലാം നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് വേറെ റോഡ് കൂടി അവൈലബിൾ ആണ്. ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ് നമ്മുടെ വീടിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസിന് വേണ്ടി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലുള്ള പുതിയ വീഡിയോകളുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും വീഡിയോയിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഗേറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഒരു വലിയ സ്ലൈഡിങ് ഗേറ്റാണ് വരുന്നത്. ഈ ഭാഗത്ത് ഫോൾഡിങ് ഗേറ്റ് വരുന്നുണ്ട്. GI ഷീറ്റിൽ CNC മെഷീനിൽ കട്ട് ചെയ്ത ഡിസൈൻ വർക്ക് നമുക്കിവിടെ കാണാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ കാണുന്ന മുറ്റം തന്നെയാണ്. വലിയ വിശാലമായിട്ടുള്ള ഒരു മുറ്റം ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു 5 വാഹനങ്ങളെങ്കിലും മിനിമം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം മുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയാണ് കാർ പോർച്ച്. കാർ പോർച്ചിലും വലിയ വാഹനം പാർക്ക് ചെയ്യാം. നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ പുറകിലായിട്ടൊരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിണർ വെള്ളവും KWA വാട്ടർ കണക്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത്. പുറകിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. ഇതിൻ്റെ കിണർ വരുന്നത് കൃത്യമായിട്ട് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. വീടിൻ്റെ പുറകുവശത്തും സ്പേസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ എല്ലാം മെറ്റൽ ചിപ്സ് ആണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ നമ്മൾ ഏകദേശം കണ്ടു. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെ നിന്നാണ് സിറ്റ് ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 സ്റ്റെപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. അവിടെ ഒരു ടെക്സ്ചർ വർക്കും കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോറ് വരുമ്പോൾ 2 പാളിയിലാണ് മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത്. 2 വലിയ ഹാൻഡിലുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. വലിയ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെ ഇവിടെ അവൈലബിൾ ആണ്. താഴെ നോക്കിയിട്ട് അറിയാം, നല്ല വലിയ ടൈലുകൾ വൈറ്റ് കളറിലാണ് ടൈല് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ജനൽ കൊടുത്തിട്ടുണ്ട്. ജനലുകൾക്ക് ഈ ട്യൂബുകളെല്ലാം വരുന്നത് സ്റ്റീലിലാണ്. ഇവിടെയും ഒരു ജനൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. പുറകിലേക്ക് ഇറങ്ങി നിന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ജിപ്സം സീലിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ്. ഇവിടെ നമുക്ക് പർഗോള ഡിസൈനാണ് വരുന്നത്. ഇവിടുത്തെ ഭാഗത്ത് TV വയ്ക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഈ ഭാഗം ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ. ഈ ഭാഗത്തേക്ക് വന്നാലും ഡൈനിങ് സ്പേസാണ്. ഇവിടെ വലിയ ഡൈനിങ് ടേബിൾ ഇടാം. ഏകദേശം ഒരു 10 ആൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയ വലിയ ഡൈനിങ് ടേബിൾ ഇട്ടാൽ പോലും ഒരു പ്രശ്നവുമില്ല, ഒരു തടസ്സമില്ലാത്തൊരു ഏരിയയാണിത്. ഇവിടെ ഒരു 2 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇൻവേർട്ടർ വയ്ക്കാൻ ഈ സ്റ്റെപ്പിനടിയിലായിട്ടുള്ള പ്രൊവിഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വാഷ് കൗണ്ടർ വരുന്നത് ഈ സ്പേസിലാണ്. ഇവിടെ സെറയുടെ വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. വാനിറ്റി കൗണ്ടർ താഴെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ആ ലൂവർ ഡിസൈൻ പാറ്റേൺ ബ്ലാക്ക് കളറിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിച്ചണാണ്, ഓപ്പൺ കൺസെപ്റ്റാണ് കിച്ചൺ. ആർക്കി ഡ്രൈവ് നൽകിയിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ടൈലുകൾക്ക് അല്പം പ്രത്യേകതയുണ്ട്. ടൈലുകൾ ഒരു ഗ്രിപ്പുള്ള മാറ്റ് ഫിനിഷ് ടൈലാണ് നൽകിയിരിക്കുന്നത്. കിച്ചനും വർക്ക് ഏരിയയും കൂടി ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഷേപ്പിൽ കൗണ്ടർ ടോപ്പ് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭംഗിയുള്ള വാൾ ടൈൽ ഇവിടെ നൽകിയിരിക്കുന്നു. താഴെയും മുകളിലും കബോർഡുകൾ നൽകിയിട്ടുണ്ട്. ഈ കബോർഡുകളെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പ്രൊഫൈൽ ലൈറ്റിങ്ങും കൊടുത്തിരിക്കുന്നു. ഇതാണ് വർക്ക് ഏരിയ. വർക്ക് ഏരിയയിൽ നമുക്ക് നേരെയുള്ളൊരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ്, മുകളിലെ സ്റ്റോറേജ് സ്പേസ്, ഇവിടെ ഒരു വിൻഡോ. ഇനി വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ പുറത്ത് നമുക്കവിടെ
കിണർ കണ്ട സ്ഥലത്ത് ഈ ഭാഗത്തായിട്ട് ഒരു വർക്ക് ഏരിയ ചെയ്ത് എടുക്കാവുന്നതുമാണ്. താഴത്തെ നിലയിൽ ഈ വീടിന് 2 ബെഡ്റൂമുകളാണുള്ളത്. അതുപോലെ തന്നെ മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമുകളും. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഡോറ് നൽകിയിരിക്കുന്ന വുഡിലാണ്, മഹാഗണിയിലാണ് ഡോറ് നൽകിയിരിക്കുന്നത്. ഇതാണ് ബെഡ്റൂം. ഏകദേശം 12 വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ ആ ജനൽ നമ്മൾ കാർ പോർച്ചിൽ നിന്ന് കണ്ട ജനലാണ്. ഇവിടെയെല്ലാം ഓരോ പാളികളുള്ള ജനലും കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള വാർഡ്രോബ് തന്നെയാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇവിടെ നമുക്ക് ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കബോർഡുകൾ 3 പാളികളുള്ള സ്റ്റോറേജ് സ്പേസുള്ള കബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത് ഫൈബർ ഡോറാണ്. ഒരു ഈട്ടിയുടെ കളറിലുള്ള ഫൈബർ ഡോറ് നൽകിയിരിക്കുന്നു. കയറി വരുമ്പോൾ തന്നെയാണ് വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷിലാണ്, ഗ്ലോസി ഫിനിഷിലാണ് വാൾ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. 2 ഡിഫറെൻറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് റെയിൻ ഷവർ. ഇവിടെ സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം വരുന്നത്. അപ്പോൾ അത് കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. കിച്ചണോട് ചേർന്ന് തന്നെയാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. സെയിം ഡോറ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വലിപ്പവും ഏകദേശം സെയിം തന്നെയാണ്. നേരത്തെ കണ്ട ആ ബെഡ്റൂമിൻ്റെ അതേ വലിപ്പം തന്നെ നൽകിയിട്ടുണ്ട്. 2 വശത്തും ഒരേപോലെയുള്ള പാറ്റേൺ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ജനലുകൾക്ക് ഇവിടെ വാർഡ്രോബ് വലിയ സ്റ്റോറേജ് സ്പേസുള്ള വലിയ വാർഡ്രോബ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡിലുകൾ ഒരു ബ്ലാക്ക് കളറുള്ള ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഒരു ഡ്രസ്സിങ് ഏരിയ. ഇതാണ് ബാത്റൂം നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അത്രയും ഇവിടെ വലിപ്പമില്ല, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂം തന്നെ കൊടുത്തിട്ടുണ്ട്. സെയിം ഫിറ്റിങ്സും സെയിം ഫിനിഷിങ്ങും തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി മുകളിലെ നിലയിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് ഈ ഡൈനിങ് സ്പേസിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വുഡൻ പില്ലർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ വരുന്നത് സ്റ്റീലിലാണ്. ലിപ്പോത്ര ഗ്രാനൈറ്റാണ് ഇവിടെ ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് നോക്കിയാൽ അറിയാം ഒരു ജനൽ നൽകിയിട്ടുണ്ട്. അവിടെ മുകൾ ഭാഗത്തും ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഒരു എൽ ഷേപ്പിലാണ് അപ്പർ ലിവിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നല്ല നാച്ചുറൽ ലൈറ്റ് വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. വലിയ ഗ്ലാസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ജനലും. ഇവിടെ മുകളിൽ ഫോൾ സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. അവിടെ പ്രൊഫൈൽ ലൈറ്റിങ്ങും കൊടുത്തിരിക്കുന്നു. 3 ബെഡ്റൂമുകളാണുള്ളത്. ഇവിടെ ഒരു ബെഡ്റൂം, ഈ ഭാഗത്തൊരു ബെഡ്റൂം, ഇവിടെയും ഒരു ബെഡ്റൂം. അത് ഈ ബെഡ്റൂം നോക്കാം. ഇതാണ് ബെഡ്റൂം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് മുകളിൽ തന്നെയാണ് ബെഡ്റൂം. അതുകൊണ്ട് തന്നെ സെയിം വലിപ്പവും സെയിം ഫിനിഷിങ്ങും സെയിം വാർഡ്രോബുകളും തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നോക്കിയാൽ ഇതാണ് വാർഡ്രോബ്. അപ്പോൾ ബാത്റൂമും ഒരേ വലിപ്പം തന്നെയാണ്. കളറിൽ അല്പം വ്യത്യാസമുണ്ട്. ടൈലുകൾക്ക് മാത്രം അല്പം വ്യത്യാസമുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം നോക്കാം. 5 ബെഡ്റൂമുകളാണുള്ളത്. 4ാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഇതാണ് ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകൾക്കും ഏകദേശം 12 വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. ഇവിടെ ഒരു ജനൽ മാത്രമാണ് വരുന്നത്. ഈ ഭാഗത്ത് ഒരു വലിയ വാർഡ്രോബ്, മുകളിൽ ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്ന ഒരു സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ബാത്റൂമും. ഈ ബാത്റൂം വലിപ്പമുള്ളതാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബാത്റൂം. ഇനി നമുക്ക് ഒരു ബെഡ്റൂം കൂടി കാണാനുണ്ട്. ആ ബെഡ്റൂം കൂടി കണ്ടു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി സ്പേസ് കൂടിയാണുള്ളത്. ഇവിടെയാണ് അവസാനത്തെ ബെഡ്റൂം വരുന്നത്. ഇതാണ് ബെഡ്റൂം. ഈ ബെഡ്റൂം മാത്രം അല്പം നീളത്തിലാണ്. ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാത്റൂമും ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഇവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. കളർ പാറ്റേണിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഈ ടൈലുകൾക്ക് ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ മാത്രം കൊടുത്തിരിക്കുന്നു. 6 സെൻറ്റിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. 2400 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 5 ബെഡ്റൂമുകളുണ്ട്. മിനിമം 5 വാഹനം പാർക്ക് ചെയ്യാം. കിണർ വെള്ളം അവൈലബിൾ ആണ്. KW വാട്ടർ കണക്ഷൻ. ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഈ യൂട്ടിലിറ്റി സ്പേസ് നല്ല ലെങ്ത്തിലുള്ള യൂട്ടിലിറ്റി സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഗ്രിപ്പുള്ള ടൈല് താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് ഷീറ്റ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു മുകളിലേക്ക് ടെറസിലേക്ക് പോകാനുള്ള ഗോവണി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിൻറ്റുമാണ് ചെയ്തിരിക്കുന്നത്.
6 സെൻറ്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകളുള്ള ഒരു വീടാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് അത്യാവശ്യം വലിപ്പമുള്ള വീടാണ്. കാരണം ഈ മുറ്റത്തെല്ലാം വലിയ 5 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. KW വാട്ടർ കണക്ഷൻ ലഭ്യമാണ്. അതുപോലെ തന്നെ വെൽ വാട്ടറും നമുക്ക് ഈ ഏരിയയിൽ ലഭ്യമായിട്ടുണ്ട്. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 7 കിലോമീറ്ററാണ് ദൂരം. പുത്തൻകുരിശിലേക്ക് 6 കിലോമീറ്റർ ദൂരമുണ്ട്. അതുപോലെ തന്നെ തൃപ്പൂണിത്തറ ഏകദേശം ഒരു 8-9 കിലോമീറ്റർ ആയിരിക്കും ദൂരം വരിക. നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക്, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും ഏകദേശം 8 കിലോമീറ്ററാണ് അകലം വരുന്നത്. മനോഹരമായിട്ടുള്ള രീതിയിൽ നിർമ്മിച്ച ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 1,10,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനും വേറെ കൂടുതൽ വീടുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം കാണാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വിളിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.